എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നെയും എൻ്റെ ചാനലുമൊക്കെ ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിയുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരിക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഏകദേശം 6 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ ഒരു അനാഥ മന്ദിരത്തിൽ വളർന്ന ഒരു അന്തേവാസിയായിട്ടുള്ള പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞപ്പോൾ ആ അനാഥ മന്ദിരത്തിൻ്റെ ഉടമസ്ഥ ആ പെൺകുട്ടിയെ അവരുടെ സ്വന്തം മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. വളരെ നല്ലൊരു കാര്യമാണ് അത്. ഒരിക്കലും ആ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 7 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഓൺലൈൻ ചില ചാനലുകളിലൊക്കെ ഇവരുടെ ഈ ഒരു കല്യാണം വലിയ ആഘോഷമായി തന്നെ അവരെല്ലാവരും ഏറ്റെടുത്തു, നമ്മളെല്ലാവരും കണ്ടതാണ്. അന്നും ഈ ഒരു വിഷയം ഞാൻ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഒരു ഉടമസ്ഥയെ വലിയ രീതിയിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തതാണ്. കാരണം ചെറിയൊരു കാര്യമൊന്നുമല്ല അവർ ചെയ്തത്, ഇന്ന് എല്ലാവരും ഒന്നും ചെയ്യുന്നൊരു കാര്യവുമല്ല. പക്ഷേ ഈ അടുത്തായിട്ട് നമ്മൾ അറിയുന്നു ആ ചെയ്തതിൽ എന്തൊക്കെയോ കരുതിക്കൂട്ടിയുള്ള ചില തട്ടിക്കൂട്ടലുകളുണ്ട് എന്നുള്ളൊരു കാര്യം. അത് വളരെ വിശദമായി തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ, ആദ്യമേ എനിക്ക് തോന്നുന്നു ഒരു 6 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടു, അതിനുശേഷം വീണ്ടും ഞാൻ 2 വീഡിയോ ചെയ്തു, 3 വീഡിയോ കംപ്ലീറ്റ്ലി. ഈ 3 വീഡിയോയുടെ അടിയിലും നാട്ടുകാരുടെ വക തെറിപ്പൊങ്കാലയായിരുന്നു. അതിൽ കുറെ ആളുകൾ ചോദിക്കുന്നത് കേട്ടു, നീ എന്തിനാടാ ഒരു കുടുംബം ഇല്ലാതെയാക്കാൻ ചെല്ലുന്നതെന്ന്. ആ ചോദ്യം ചോദിച്ച എൻ്റെ പ്രിയപ്പെട്ടവരോടാണ്. ഒരിക്കലും ഒരു കുടുംബവും ഇല്ലാതെയാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല. പക്ഷേ ഞാൻ അതിൽ പോയിന്റ് ഔട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ അത് ഇവിടുത്തെ CWC ഒക്കെ കേട്ടു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു അനാഥാലയത്തിൻ്റെ ഉടമസ്ഥയും കുടുംബക്കാരും ഒക്കെ 3G അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയിൽ കൂടുതൽ അവരുടെ ആരുടെയും പേര് പറയാനോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ എനിക്ക് പറ്റില്ല. കാരണം കേസ് മാറി അങ്ങ് പോയി. പ്രോക്സി കേസിലേക്കാണ്. കാര്യം മനസ്സിലായല്ലോ, ഞാൻ ആ വേർഡ് പോലും പറയുന്നില്ല. ഏകദേശം ആ രീതിയിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ട് കേസ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഇച്ചിരി കഴമ്പുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. എനിക്കറിയാൻ പാടില്ല. ഞാൻ വളരെ മാന്യമായിട്ടാണ് ആ ഒരു സ്ത്രീ, ആ ഒരു അനാഥാലയത്തിൻ്റെ ഉടമ, അവർ ചെയ്ത ആ ഒരു കാര്യം അത് വളരെ നല്ലൊരു കാര്യമാണെന്ന് തന്നെ ഞാൻ പറഞ്ഞു. എന്നിട്ട് തന്നെ ഞാൻ അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനകത്ത് എവിടേക്കോ ചില മിസ്റ്റേക്കുകൾ, പ്രത്യേകിച്ച് 7 മാസങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിയുന്നു, 7 മാസങ്ങൾക്കിപ്പുറം ആ ഒരു പെൺകുട്ടി ഒരു പൈതലിന് ജീവൻ കൊടുക്കുന്നു. സാധാരണ ഒരു 7 മാസത്തിലൊക്കെ ഒരു പ്രഗ്നൻസി നടന്ന അല്ലെങ്കിൽ ഒരു പ്രസവം നടന്നാൽ ഉണ്ടാവുന്ന കുട്ടിക്ക് ഇച്ചിരി ഈ പെട്ടെന്നൊന്നും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞ് വീട്ടിൽ വിടത്തില്ല, പിന്നെ അത്ര ഹെൽത്തി ആയിരിക്കത്തില്ല. പക്ഷെ ഇവരുടെ കാര്യത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പൈതലിനെ തന്നെയാണ് നമ്മളെല്ലാവരും അവരുടെ യൂട്യൂബ് ചാനൽ വഴി കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് സംശയം വന്നത്, ഇതിൽ എന്തോ ഒരു ഉഡായിപ്പില്ലേ എന്ന്. സത്യം ഏതാണ്ടൊക്കെ അധികം വൈകാതെ ഇപ്പം തെളിയും കേട്ടോ. കാരണം പിന്നെ വേറൊരു കാര്യം, ഞാനത് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കാനുള്ളൊരു റീസൺ എന്താണെന്നറിയോ? ആ കുടുംബത്തിലേക്ക് ചെല്ലാനോ അവരെ എടുത്ത് പൊക്കി പിടിക്കാനോ ഒന്നും അല്ല. നേരെ മറിച്ച് അവിടെ ഈ ഒരു പെൺകുട്ടിയുടെ കേസിൽ ആ പെൺകുട്ടിക്ക് ഇപ്പം നല്ലൊരു ജീവിതമുണ്ട്, വളരെ നല്ല കാര്യമാണ് അത്. പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഏതെങ്കിലുമൊക്കെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് അനാഥ മന്ദിരങ്ങളുണ്ട്, അവിടെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഇതുപോലെ നല്ലൊരു ജീവിതം കിട്ടണമെന്നുണ്ടോ? നിങ്ങൾ ആരും അതൊന്നും ചിന്തിക്കാത്തത്? നിങ്ങൾ ആരും അത് ചിന്തിക്കുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അതാണ് സങ്കടം. എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ഒരു വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കാൻ എനിക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് ചെറിയൊരു കേസല്ല. പക്ഷെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങൾ ഈ വാർത്ത ഒന്ന് കേൾക്കുക, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിൽ ഇനിയും ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കരുത് എന്നാഗ്രഹിച്ചാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം ആർക്കും, കുറച്ച് പേരുണ്ട് കേട്ടോ, വളരെ, എനിക്ക് തോന്നുന്നു 100 കമന്റ് വന്നതിൽ 90-95 പേരും നമ്മളെ എന്തിനാണ് ആ കുടുംബത്തിലോട്ട് പോകുന്നത്, നല്ല ജീവിതമല്ലേ കുട്ടിക്ക്, നല്ല ജീവിതമല്ലേ, ഇങ്ങനെ പറയുമ്പോൾ ഒരു 10 പേർക്ക് കാര്യം കത്തുന്നുണ്ട്. അവർ വന്നിട്ട് കാര്യം മനസ്സിലാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ കണ്ടു, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഒരു 3 വീഡിയോ, അതിൻ്റെ അടിയിൽ കുറേ ആളുകൾ വന്ന് മോശമായി പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പയ്യൻ വന്നിട്ട് പറയുന്നു,
നിങ്ങൾ പോയി ഇതാ ഇന്ന് വന്ന വാർത്ത കേക്ക്. ഈ ചെറുക്കൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഈ പയ്യൻ ഈ സൈക്കോ പറയുന്ന കറക്റ്റ് അല്ലേ? നിങ്ങളൊന്ന് പോയി ഇന്നത്തെ വാർത്ത കാണുക. ഇതാ പെട്ടു, എല്ലാം ഇവിടെ അരിയും മണ്ണൻ്റെയും 3G ആയിട്ട് ഇരിപ്പുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. കാരണം ആളുകൾ മെല്ലെ മെല്ലെ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട്. എന്തായാലും ഈ വാർത്ത ഇനി ഞാൻ വലിച്ചു നീട്ടി അങ്ങ് കൊണ്ടുപോയി വെറുപ്പിക്കുന്നില്ല. ഈ വാർത്ത നിങ്ങളൊന്ന് കേക്ക്, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. പത്തനംതിട്ട അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്ന യുവതി പ്രസവിച്ചു. പ്രായപൂർത്തിയാകും മുൻപേ പെൺകുട്ടി ഗർഭം ധരിച്ചുവെന്ന പരാതി ഉയർന്നതോടെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിഷയം പരിശോധിച്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അനാഥാലയ നടത്തിപ്പുകാരിൽ ഒരാൾ വിവാഹം ചെയ്ത യുവതി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 23-നായിരുന്നു വിവാഹം. 7 മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ 2-ന് യുവതി കുഞ്ഞിന് ജന്മം നൽകി. പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് CWCയുടെ റിപ്പോർട്ടിലുള്ളത്. 2024 ഒക്ടോബർ 9-നാണ് പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായത്. 2 ആഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം. ഈ കാലയളവ് കണക്കാക്കുമ്പോൾ 18 വയസ്സ് പൂർത്തിയാകും മുൻപ് പെൺകുട്ടി ഗർഭവതിയായി എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ അനാഥാലയത്തിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന ഗുരുതര സാഹചര്യം കൂടി ഇവിടെ വെളിപ്പെടുകയാണ്. ഇപ്പോഴും നിരവധി പെൺകുട്ടികൾ താമസിക്കുന്ന കേന്ദ്രം നൽകുന്ന സുരക്ഷ കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. CWC റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസ് യുവതിയെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി. ഇതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത്. ആരെയും പ്രതി ചേർത്തിട്ടില്ല. അതേസമയം പ്രായപൂർത്തിയായ ശേഷമുണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് കുട്ടി ജനിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. 7-ാം മാസത്തിലാണ് കുഞ്ഞ് ജനിച്ചതെന്നും വിശദീകരിക്കുന്നു. കേട്ടല്ലോ, ഇത്രയും കേട്ടാൽ മതി. ഞാൻ കൂടുതലൊന്നും നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. പെൺകുട്ടി അങ്ങനെ പറയുള്ളൂ. ഞാൻ ആ കുട്ടിയെ ഒരിക്കലും കുറ്റം പറയില്ല. ഒരിക്കലും ഞാൻ ആ പെൺകുട്ടിയെ കുറ്റം പറയില്ല. കാരണം വേറെ ഓപ്ഷൻ ഇല്ല. കാരണം നല്ലൊരു ജീവിതത്തിലൂടെ അത് പോകുന്നത്. ആരുമില്ല അങ്ങനെയുള്ള ഒരാൾക്ക് നല്ലൊരു ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ അത് മുടക്കാനൊന്നും ഞാൻ പോകത്തില്ല. ഉള്ള കാര്യം പറയാലോ. പക്ഷേ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഇത് ബാക്കിയുള്ള അനാഥ മന്ദിരത്തിലും ഇങ്ങനെയുള്ള പരിപാടികൾ നടന്നാൽ എന്ത് ചെയ്യും? കുറേ ആളുകൾ എന്നോട് ചോദിച്ചു, നീ എന്നാ സ്ഥാപനം ഏറ്റെടുത്ത് നടത്തണം. എന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ പ്രത്യേകിച്ച് ഇങ്ങനെ നടത്താൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ആ ഒരു പെൺകുട്ടി 18 വയസ്സിന് മുമ്പ് ആണ് ക്യാരിയിങ് ആയിരുന്നെങ്കിൽ അത് തെറ്റല്ലേ? ഞാൻ അത്രേ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അതും നിങ്ങളിനിയും സപ്പോർട്ട് ചെയ്ത് വരുമോ? അതൊന്നും കുഴപ്പമൊന്നുമില്ല. അവളെ അവൻ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ, കല്യാണം കഴിച്ചല്ലോ എന്നും പറഞ്ഞ് ആളുകൾ വരുമോ? എനിക്കറിയാൻ പാടില്ല. എൻ്റെ ചോദിക്കുക അല്ല, അങ്ങനെ പറയുന്നവർ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അയൽവക്കത്തെ വീട്ടിലോ ഒക്കെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ കാണത്തില്ലേ? അത് മാത്രം നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇവിടെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഒരുപാട് അനാഥ മന്ദിരങ്ങളുണ്ട്. എന്തോരം വൃത്തികേടുകളായിരിക്കും അവിടെ നടക്കുന്നത്. അവിടെയും കാണില്ലേ ഇതുപോലുള്ള ഈ പ്രായത്തിലൊക്കെയുള്ള കുട്ടികൾ? അവർക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എല്ലായിടത്തും ഇതേപോലെ കുട്ടികളെ നല്ലൊരു കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച് പോകണമെന്നൊന്നുമില്ല. ചിലവരുടെയൊക്കെ ജീവിതം തന്നെ ഇല്ലാതെയാകും. മനസ്സിലായോ കാര്യം? പ്രോപ്പറായിട്ടുള്ള അന്വേഷണങ്ങൾ അത് നടക്കണം. ഇപ്പോൾ ഈ ഒരു അനാഥാലയത്തിൻ്റെ ഉടമസ്ഥയും മകനും അവർക്കൊന്നും ചിലപ്പോൾ ഒന്നും സംഭവിക്കത്തില്ല. ഈ കേസൊക്കെ തള്ളി നല്ല ചിക്കിളി കൊണ്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അവർക്കൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നൈസായിട്ട് ഒതുങ്ങിപ്പോവും. പക്ഷേ എൻ്റെ കൺസേൺ ആ കുട്ടിയെ പറ്റിയിട്ടല്ല. നിങ്ങളെല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക. ആ കുട്ടിയെ പറ്റിയിട്ടേ അല്ല. ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ കാര്യം എത്രയൊക്കെ പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്. ആ കുട്ടിയെ പറ്റിയിട്ടേ അല്ല എൻ്റെ കൺസേൺ. ഇതുപോലുള്ള അനാഥാലയങ്ങളിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ കാണും, ഒരുപാട് കുട്ടികൾ കാണും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അവർക്കാർക്കും ഇങ്ങനെ സംഭവിക്കരുത്. എല്ലായിടത്തും ചിലപ്പോൾ ഈ ഒരു അനാഥ മന്ദിരത്തിൻ്റെ ഓണർക്കുള്ള പോലൊരു മകൻ ഉണ്ടായിരിക്കണമെന്നൊന്നും ഇല്ല പിടിച്ച് കെട്ടിച്ചങ്ങോട്ട് കൊടുക്കാൻ. ഇനി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 17 വയസ്സിന് മുമ്പ് ആ പെൺകുട്ടി അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയട്ടെ. ഇപ്പോൾ ഒന്നുമില്ലാതെ ഇപ്പം പോലീസ് കേസൊന്നും അന്വേഷിക്കാൻ ഇറങ്ങത്തില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെന്ന് മനസ്സിലായത് കൊണ്ടാണല്ലോ, അല്ലേ? നിങ്ങൾ പറ. ഒന്നുമില്ലെങ്കിൽ പോലീസുകാർ ഇറങ്ങുമോ? CWC ഒക്കെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തതിൻ്റെ പുറത്താണ് പോലീസുകാർ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പം. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണേ ദൈവത്തെ ഓർത്ത് നിങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വിശദമായിട്ട് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് സംസാരിക്കാം. ഞാനത് അവരുടെ ആരുടെയും പേര് പോലും പറയാത്തത് പറ്റില്ല. കേസായി, അതും വേറെ വകുപ്പ്. കേട്ടല്ലോ? ഇങ്ങനെയുള്ള ഇതിനകത്ത് എന്തെങ്കിലും തെണ്ടിത്തരം നടന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ അനാഥ മന്ദിരത്തിൽ ആ പെൺകുട്ടി നന്നായിട്ട് തന്നെ ജീവിച്ചു പോട്ടെ. പക്ഷേ 18 വയസ്സിന് മുമ്പാണ് ആ പെൺകുട്ടി ക്യാരിങ് ആയിരുന്നതെങ്കിൽ പണി കിട്ടും. അല്ല, പണി കിട്ടണം. അത് ബാക്കിയുള്ള അനാഥാലയത്തിലുള്ള ചേട്ടന്മാർക്കും കൂടെ ഒരു താക്കീഴ് പോലെയാണ്. ഇവരൊരുത്തിന് പണി കിട്ടിയാൽ അവിടെ അവന്മാരും പേടിക്കണം. ഇതൊക്കെ കണ്ടോ പെടും നീയൊക്കെ എന്നുള്ളൊരു സാധനം അവിടെ കിട്ടണം. ഒരുത്തനും ആരുമില്ല എന്നും പറഞ്ഞ് പാവപ്പെട്ട പെൺകുട്ടികളെ ഒരുത്തരും കയറി ഇതേപോലെ കൈവെക്കാൻ പോകരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അതാണ് മീൻ ചെയ്യുന്നത്.
മനസ്സിലാക്കാൻ പറ്റുന്നവരൊന്നും മനസ്സിലാക്കുക. ഇതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.